ലോകം യുദ്ധവെറിയുടെ പിടിയിലോ? റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി നീളുന്നു. ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. എന്നിട്ടും അവിടെ കൂട്ടക്കുരുതി അവസാനിക്കുന്നില്ല. ദക്ഷിണ ചൈന കടൽ മേഖല പ്രക്ഷുബ്ധമാണ്. കരീബിയൻ മേഖലയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം തീവ്രമാകുന്നു. അതിനിടയിൽ റഷ്യ അത്യാധുനിക ആയുധ പരീക്ഷണവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ യുഎസിന് മാറി നിൽക്കാൻ സാധിക്കുമോ? പ്രസിഡന്റ് ട്രംപും ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു. 3 പതിറ്റാണ്ടിന് ശേഷം യുഎസ് ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച നിർദ്ദേശം പ്രസിഡന്റ് ട്രംപ് യുദ്ധകാര്യ വകുപ്പിന് നൽകിക്കഴിഞ്ഞു. പ്രതിരോധ വകുപ്പിനെ യുദ്ധകാര്യ വകുപ്പായി പരിഷ്കരിച്ച മനസ്സിൽ യുദ്ധവെറി സൂക്ഷിക്കുന്ന ട്രംപിൻ്റെ ലക്ഷ്യം എന്താണ്? റഷ്യയുടെ ആയുധ പരീക്ഷണങ്ങളാണ് ട്രംപിൻ്റെ ഉറക്കം കെടുത്തുന്നതെന്ന് വ്യക്തം. ഇക്കാര്യം ട്രംപ് തുറന്നു പറയുകയും ചെയ്തു. മറ്റ് രാജ്യങ്ങൾ പല പരീക്ഷണങ്ങളും നടത്തുന്നു. അതിനാൽ അവരോടൊപ്പം നിൽക്കാൻ നമ്മുടെ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ ഞാൻ യുദ്ധവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇങ്ങനെയാണ് ട്രംപ് എക്സിൽ കുറിച്ചത്. ദക്ഷിണ കൊറിയയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ചില രാജ്യങ്ങൾ ആണവായുധം പരീക്ഷിക്കുന്നതിന് മറുപടിയായാണ് നടപടിയെന്ന് ട്രംപ് പറയുന്നു. ആ ചില രാജ്യങ്ങളിലൊന്ന് റഷ്യയാണെന്നത് വ്യക്തമാണ്. മറ്റ് രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ യുഎസിനുണ്ടെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യ ആണവ പോർമുനയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഗ്രീക്ക് കഥകളിലെ സമുദ്രദേവനായ പോസെഡൈൻ്റെ പേരാണ് അണ്ടർ വാട്ടർ ഡ്രോണിന് നൽകിയിരിക്കുന്നത്. അണ്ടർ വാട്ടർ ഡ്രോണിന് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാൻ സാധിക്കും. ഡ്രോണിൻ്റെ പരീക്ഷണ വിജയത്തെക്കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു. പോസൈഡൻ ഡ്രോണിൻ്റെ പരീക്ഷണം വലിയ വിജയമായിരുന്നു. ഒരു അന്തർവാഹിനിയിൽ നിന്നാണ് ഡ്രോൺ തൊടുത്തത്. ഡ്രോണിന് തുല്യരില്ല. ഡ്രോണിനെ തടയാനും കഴിയില്ല, പുടിൻ പറഞ്ഞു. അന്തർവാഹിനികളുടെ റിയാക്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ പോസൈഡന് ഇന്ധനം പകരുന്ന ആണവ റിയാക്ടർ 100 ഇരട്ടി ചെറുതാണ്. എന്നാൽ അവയുടെ പോർമുനയുടെ കരുത്ത് സർമദ് ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകളേക്കാൾ കൂടുതലാണെന്നും പുടിൻ പറഞ്ഞു. 2018 രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ ഡ്രോണിനെ കുറിച്ച് പുടിൻ ആദ്യമായി പരാമർശിച്ചത്. അതിനിടെ ആണവ എഞ്ചിനുള്ള ബൂരേവെസ്നിക് ക്രൂസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ലോകത്തെ അറിയിച്ചിരുന്നു. നിരവധി പ്രത്യേകതകൾ ഈ ആയുധത്തിനുമുണ്ട്. എത്ര ദൂരത്തേക്കും കടന്നു ചെല്ലാൻ കഴിയും ഈ മിസൈലിന്? പരീക്ഷണത്തിനിടെ 15 മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ച മിസൈൽ 14,000 കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്നും റഷ്യ അറിയിച്ചു. ഈ മാസം 21-നായിരുന്നു മിസൈൽ പരീക്ഷണം. മറ്റ് ക്രൂസ് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ആണവ റിയാക്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ മിസൈലിന് ഏറെ ദൂരം പോകാനുള്ള ശേഷി ലഭിക്കും. പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ബുരേവെസ്നിക്. ലോകത്തെവിടെയും റഷ്യയ്ക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനും സാധിക്കും. മറ്റ് രാജ്യങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ താഴ്ന്ന സഞ്ചാരപാതയിലൂടെ പോകാനും ഈ മിസൈലിന് സാധിക്കും. ഇതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. സൈനിക യൂണിഫോം ധരിച്ച് സൈന്യത്തിലെ ഉന്നതോദ്യോഗസ്ഥർക്കൊപ്പമാണ് പുടിൻ ക്യാമറയ്ക്ക് മുന്നിൽ നേരിട്ടെത്തി വിവരം പ്രഖ്യാപിച്ചത്. പറക്കുന്ന ചെറിയ ചെർണോബിൽ എന്നാണ് ഈ മിസൈലിനെ പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിച്ചത്. നാറ്റോ ഇതിനെ സ്കൈഫോൾ എന്നാണ് വിളിക്കുന്നത്. റഷ്യൻ ഭാഷയിൽ ബ്യൂറേവെസ്നിക് എന്നാൽ കൊടുങ്കാറ്റിന് മുമ്പ് പറക്കുന്ന ചെറുപക്ഷി എന്നാണ് അർത്ഥം. അമേരിക്കയെ സംരക്ഷിച്ചു നിർത്തുന്ന ഗോൾഡൻ ഡോം പോലുള്ള ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും ഇത് മറികടക്കുമെന്നാണ് റഷ്യ പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നർത്ഥം.